വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നേ ഞായറാഴ്ച ദിവസമാണേ. അപ്പം ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ സിമ്പിളാണ്. ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് കൂടുതൽ സമയമൊന്നും കിച്ചണിൽ നിന്ന് ചിലവഴിക്കാനായിട്ട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത് കാരണം എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് ചെയ്യാനാണ് ഞാൻ കഴിവതും ശ്രമിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പീസാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിന് ശേഷം ഞാൻ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്ത്. അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു. അതിന് ശേഷം പച്ചമുളകും അതുപോലെ തന്നെ സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴട്ടിയിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവേ. ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, അതുപോലെ കുറച്ച് പിരിയൻ മുളക് പൊടി, ഒരൽപ്പം മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ കൈമ റൈസ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ഈ റൈസിൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ ബിരിയാണി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൈമ റൈസ് പെട്ടെന്ന് വേവുന്ന ഒരു റൈസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കൈമ റൈസൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച്, അതായത് റൈസും അതുപോലെ തന്നെ ചിക്കനും വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരുപാടായിപ്പോയാലും നമ്മുടെ ചിക്കൻ ബിരിയാണി വളരെ കുഴഞ്ഞ് അതുപോലെ തന്നെ ചോറിൻ്റെ വേവൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന അരി അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കൃത്യമായിട്ട് അതൊന്ന് നോക്കി വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ ഞാൻ ചേർത്തിട്ടുള്ള അരി വേവാനായിട്ടുള്ള വെള്ളമെല്ലാം ഇതിനകത്ത് ചേർത്ത് ഞാൻ ഒരു പാത്രം എടുത്ത് അടച്ചു വെച്ച്, എനിക്ക് തോന്നുന്നു ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ ഇതിലേക്ക് കുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ചു നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നുണ്ട്. നെയ്യിൽ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മുന്തിരി തുടങ്ങിയ സാധനങ്ങൾ, കപ്പലണ്ടി, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്ത് കോരി, അതായത് നമ്മൾ വെന്തതിന് ശേഷം, അതായത് 15 to 20 മിനിറ്റ്സ് നമ്മൾ ഇത് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ എനിക്ക് തോന്നുന്നു ചിക്കൻ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. വളരെ ഈ പറയുന്നത് പോലെ ഒരു ആർഭാടമില്ലാത്ത ചിക്കൻ ബിരിയാണിയാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വളരെ ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കിച്ചൺ ജോബ് എല്ലാം തന്നെ കഴിയുമായിരിക്കും ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറും പപ്പടവും. ഇതും കൂട്ടി ഞാനപ്പം ഈ സൺഡേയ്സിൽ എൻ്റെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉച്ചത്തെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഉറപ്പായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മണം വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ട്രൈ ചെയ്യുക.